നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനനവർഷത്തിന്റെ അവസാന അക്കമനുസരിച്ച് 2026 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുള്ള ഭാഗ്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യേക പരമ്പരയുടെ 3-ാം ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ആദ്യ 2 ഭാഗങ്ങളിൽ ജനനവർഷത്തിന്റെ അവസാന അക്കം 0, 1, 2, 3, 4, 5 ഉള്ളവരുടെ ഫലങ്ങള് വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടിരുന്നു. ആ വീഡിയോകൾ ഇതുവരെ കാണാത്തവർക്ക് അവയും കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ മുഴുവൻ പരമ്പരയും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ജനനവർഷത്തിന്റെ അവസാന അക്കം 6, 7, 8, 9 ഉള്ളവരുടെ 2026 അവസാനിക്കുന്നതിന് മുൻപുള്ള ഭാഗ്യ സൂചനകൾ, തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, ജീവിതത്തിൽ വന്നേക്കാവുന്ന അനുകൂല അവസരങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സൂചനകളാണ്. അപ്പോൾ നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 6, 7, 8 അല്ലെങ്കിൽ 9 ആണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ജനനവർഷത്തിന്റെ അവസാന അക്കം 6 ഉള്ളവരുടെ ഫലത്തിലേക്ക് കടക്കാം. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പ്രകാരം 6 എന്ന സംഖ്യ ഐശ്വര്യത്തിന്റെയും കുടുംബ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും കരുതലിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവില് കുടുംബപരമായും സാമ്പത്തികപരമായും സന്തോഷം നൽകുന്ന ചില മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആദ്യം തന്നെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് നോക്കാം. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു സാമ്പത്തിക നേട്ടം ഈ സമയത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് കുടിശ്ശികയായി ലഭിക്കേണ്ട തുക തിരികെ ലഭിക്കാം. ചിലർക്ക് അധിക വരുമാനം ലഭിക്കുന്ന പുതിയൊരു മാർഗം തുറക്കാം. എന്നാൽ വരുമാനം വർദ്ധിച്ചാലും ചിലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ടു പോകുന്നത് ഭാവിയിൽ കൂടുതൽ സുരക്ഷിതത്വം നൽകും. തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നേക്കാം. ആദ്യം അത് ബുദ്ധിമുട്ടായി തോന്നിയാലും പിന്നീട് അതുതന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള മികച്ച അവസരമായി മാറാൻ സാധ്യതയുണ്ട്. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും അഭിനന്ദനവും ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഉപഭോക്താക്കളുടെ വിശ്വാസം കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. പഴയ ഉപഭോക്താക്കളിലൂടെ പുതിയ അവസരങ്ങൾ ലഭിക്കാം. നിങ്ങളുടെ ആത്മാർത്ഥതയും വിശ്വാസ്യതയും തന്നെയായിരിക്കും ഈ സമയത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ ചില വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ നേട്ടം നിങ്ങളെ അഭിമാനിപ്പിക്കാം. വീട്ടിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കാനും ഏറെ നാളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാധ്യതയുണ്ട്. വിവാഹം കാത്തിരിക്കുന്നവർക്ക് പുതിയ ആലോചനകൾ വന്നേക്കാം. വിവാഹിതരായവർക്ക് കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാകാനും പരസ്പര മനസ്സിലാക്കൽ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ അമിതമായ ജോലിഭാരം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകുന്നത് വളരെ പ്രധാനമാണ്. ക്രമമായ ജീവിതശൈലി പിന്തുടർന്നാൽ കൂടുതൽ ഊർജത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോകാൻ കഴിയും. ഒരു പ്രധാന കാര്യം കൂടെ ഓർക്കുക. ജനനവർഷത്തിന്റെ അവസാന അക്കം 6 ഉള്ളവർ പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ്. അത് നല്ല ഗുണമാണെങ്കിലും സ്വന്തം ആഗ്രഹങ്ങൾക്കും ആരോഗ്യത്തിനും ആവശ്യമായ പരിഗണന നൽകാൻ മറക്കരുത്. ജനനവർഷത്തിന്റെ അവസാന അക്കം 6 ഉള്ളവർക്ക് 2026 അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കാനിടയുള്ള പ്രധാന അനുകൂല സൂചനകൾ ചുരുക്കി പറയുകയാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചവും സ്ഥിരതയും, ജോലി ബിസിനസ് മേഖലകളിൽ അംഗീകാരവും വളർച്ചയും, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കാം. പുതിയ അവസരങ്ങളിലൂടെ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യത, ബന്ധങ്ങളിൽ വിശ്വാസവും ഐക്യവും ശക്തമാകാം. ക്ഷമയോടെയും ആത്മാർത്ഥതയോടെയും മുന്നോട്ടു പോയാൽ വർഷാവസാനത്തിന് മുൻപ് സന്തോഷകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 6 ആണെങ്കിൽ ലഭിക്കുന്ന അവസരങ്ങളെ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുക. നിങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥതയും കഠിനാധ്വാനവും നിങ്ങളെ നല്ല നേട്ടങ്ങളിലേക്ക് നയിക്കുമെന്നാണ് സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനനവർഷത്തിന്റെ അവസാന അക്കം 6 ഉള്ളവരോട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ജനനവർഷത്തിന്റെ അവസാന അക്കം 7 ഉള്ളവരുടെ ഫലത്തിലേക്ക് കടക്കാം.
നിങ്ങളുടെ ജനനവർഷം 1987, 1997, 2007, 2017 എന്നിങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 7 ആണ്. അങ്ങനെയുള്ളവർ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പ്രകാരം 7 എന്ന സംഖ്യ ആത്മീയതയുടെയും അറിവിന്റെയും ഉൾക്കാഴ്ചയുടെയും ഭാഗ്യത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 2026 അവസാനിക്കുന്നതിന് മുൻപുള്ള മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടാകാം. നിങ്ങളുടെ ശ്രമങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ലെന്ന തോന്നലും ഉണ്ടായിരിക്കാം. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാനും ജീവിതം കൂടുതൽ അനുകൂലമായ ദിശയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ആദ്യം തന്നെ തൊഴിൽ മേഖലയെക്കുറിച്ച് നോക്കാം. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ചുമതലകൾ ലഭിക്കാം. നിങ്ങളുടെ അറിവും കഴിവും തെളിയിക്കാനുള്ള അവസരങ്ങൾ വന്നേക്കാം. ശാന്തമായും ആത്മവിശ്വാസത്തോടെയും പ്രവർത്തിക്കുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും വിശ്വാസവും നേടാൻ കഴിയും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ നാളായി കാത്തിരുന്ന ഒരു അവസരം ലഭിക്കാം. പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാപനത്തിൽ നിന്നോ പരിചയമുള്ള ഒരാളുടെ ശുപാർശയിലൂടെയോ നല്ല വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒരവസരവും നിസ്സാരമായി കാണരുത്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആശയങ്ങൾ വിജയകരമാക്കാൻ സാധ്യതയുണ്ട്. ഉപഭോക്താക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കാനും അവസരങ്ങൾ ലഭിച്ചേക്കാം. എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് കൃത്യമായ വിലയിരുത്തൽ നടത്തുക. സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമേണ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വരുമാന സ്രോതസ് ലഭിക്കാം. ചിലർക്ക് പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാം. അതേസമയം ചിലവുകൾ നിയന്ത്രിക്കുന്ന ശീലം തുടർന്നാൽ വർഷാവസാനത്തോടെ കൂടുതൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ കഴിയും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാനും തെറ്റിദ്ധാരണകൾ മാറിപ്പോകാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ ചിലർക്ക് ഭാഗ്യം ലഭിച്ചേക്കാം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശരീരത്തോടൊപ്പം മാനസിക ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുക. ധ്യാനം, പ്രാർത്ഥന അല്ലെങ്കിൽ മനസ്സിന് ശാന്തി നൽകുന്ന കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുന്നത് ഈ ഒരു കാലയളവിൽ കൂടുതൽ ഗുണകരമായിരിക്കും. ജനനവർഷത്തിന്റെ അവസാന അക്കം 7 ഈ സമയത്ത് ഏറ്റവും വലിയ ശക്തി അവരുടെ ഉൾക്കാഴ്ചയും വിവേകപൂർവമായ തീരുമാനങ്ങളുമാണ്. ആ ശക്തി ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ 2026 അവസാനിക്കുന്നതിന് മുൻപ് സന്തോഷം നൽകുന്ന നിരവധി മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി ജനനവർഷത്തിന്റെ അവസാന അക്കം 7 ലഭിക്കാനിടയുള്ള അപ്രതീക്ഷിത ഭാഗ്യ സൂചനകളും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചും നോക്കാം. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പ്രകാരം 7 എന്ന സംഖ്യ ആത്മീയ വളർച്ചയുടെയും ആഴത്തിലുള്ള ചിന്തയുടെയും ജ്ഞാനത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എടുക്കുന്ന ചില നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ദിശ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആദ്യം തന്നെ തൊഴിൽ മേഖലയെക്കുറിച്ച് നോക്കാം. ജോലി ചെയ്യുന്നവർക്ക് ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും കൂടുതൽ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങും. ചിലർക്ക് പുതിയ സ്ഥാനക്കയറ്റം, പുതിയ ചുമതല അല്ലെങ്കിൽ മികച്ച തൊഴിലവസരം ലഭിക്കാനും സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു നല്ല വാർത്ത ലഭിക്കാം. മുൻപ് ലഭിക്കാതെ പോയ ഒരു അവസരം വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ നല്ല ഫലം പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തങ്ങൾ ഗുണകരമാകാം. പഴയ ഉപഭോക്താക്കളിൽ നിന്നുള്ള വിശ്വാസം വർദ്ധിക്കുകയും പുതിയ ഉപഭോക്താക്കൾ എത്തിച്ചേരുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ രേഖകളും കരാറുകളും വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമേണ മെച്ചം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക നേട്ടം ലഭിക്കാം. അതേസമയം അനാവശ്യ ചെലവുകൾ കുറച്ച് സമ്പാദ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. കുടുംബജീവിതത്തിൽ ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സന്തോഷ വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. വീട്ടിൽ ഐക്യവും സമാധാനവും നിലനിർത്താൻ നിങ്ങളുടെ ശാന്തമായ സമീപനം വലിയ പങ്ക് വഹിക്കും. വിവാഹം കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ പുതിയ ആലോചനകൾ വന്നേക്കാം. വിവാഹിതരായവർ പരസ്പരം കൂടുതൽ മനസ്സിലാക്കുകയും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുകയും ചെയ്താൽ ബന്ധം കൂടുതൽ ശക്തമാകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാൻ ശ്രദ്ധിക്കുക.
മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പ്രാർത്ഥന, ധ്യാനം, നല്ല വായന തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ഗുണകരമായിരിക്കും. ഒരു പ്രധാന കാര്യം കൂടെ പറയാം. ജനനവർഷത്തിന്റെ അവസാന അക്കം 7 പലപ്പോഴും സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്നവരായിരിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാവുന്ന ആളുകളുമായിട്ട് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് ചില നല്ല അവസരങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. ജനനവർഷത്തിന്റെ അവസാന അക്കം 7 2026 അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കാനിടയുള്ള പ്രധാന അനുകൂല സൂചനകൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ജോലി മേഖലയിൽ അംഗീകാരവും പുതിയ അവസരങ്ങളും ലഭിക്കും. ബിസിനസ്സിൽ വിശ്വാസവും സ്ഥിരതയും വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമേണ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ആത്മീയമായി കൂടുതൽ ശക്തി നേടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിവേകത്തോടെയും ക്ഷമയോടെയും മുന്നോട്ടു പോയാൽ വർഷാവസാനത്തിന് മുൻപ് സന്തോഷകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 7 ആണെങ്കിൽ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോവുക. നിങ്ങളുടെ അറിവും ക്ഷമയും ശരിയായ സമയത്ത് നിങ്ങളെ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജനനവർഷത്തിന്റെ അവസാന അക്കം 7 പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ജനനവർഷത്തിന്റെ അവസാന അക്കം 8 ഫലത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ജനനവർഷം 1988, 1998, 2008, 2018 എന്നിങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 8. അങ്ങനെയുള്ളവർ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പ്രകാരം 8 എന്ന സംഖ്യ കഠിനാധ്വാനത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും അധികാരത്തിന്റെയും നേട്ടങ്ങളുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 2026 അവസാനിക്കുന്നതിന് മുൻപുള്ള മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകാൻ സാധ്യതയുള്ള സമയമാണെന്നാണ് വിശ്വാസം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ നിരന്തരമായി പരിശ്രമിച്ചിട്ടും അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ വിധി തന്നെ എതിരാണെന്ന് വരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ക്ഷമയ്ക്കും അധ്വാനത്തിനും ക്രമേണ ഫലം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. ആദ്യം തൊഴിൽ മേഖലയെ കുറിച്ച് നോക്കാം. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങളും ഉയർന്ന സ്ഥാനങ്ങളും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ മികച്ച അവസരങ്ങൾ വന്നേക്കാം. മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കുകയും ചെയ്യും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് വിദേശത്തോ മറ്റൊരു നഗരത്തിലോ ജോലി ചെയ്യാനുള്ള അവസരവും ലഭിച്ചേക്കാം. ലഭിക്കുന്ന അവസരങ്ങൾ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കാൻ ശ്രമിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനത്തിൽ നല്ല വളർച്ച അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പുതിയ പങ്കാളിത്തങ്ങൾ, പുതിയ ഉപഭോക്താക്കൾ, പുതിയ വിപണികൾ എന്നിവ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. എന്നാൽ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ ആലോചിച്ചു മാത്രം മുന്നോട്ട് പോവുക. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ കാലഘട്ടം കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായിരിക്കാം. ചിലർക്ക് പഴയ കുടിശ്ശികകൾ ലഭിക്കാം. ചിലർക്ക് നിക്ഷേപങ്ങളിൽ നിന്ന് ഗുണകരമായ ഫലം ലഭിക്കാം. അതേസമയം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും. വീട്ടിൽ ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയും പഴയ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിക്കുകയും ചെയ്യും. ആരോഗ്യ കാര്യങ്ങളിൽ ജോലി തിരക്കിനിടയിൽ വിശ്രമത്തിനും പ്രാധാന്യം നൽകുക. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ സമയം നൽകുന്നത് നിങ്ങളുടെ ഊർജവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. ജനനവർഷത്തിന്റെ അവസാന അക്കം 8 ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശക്തി അവരുടെ കഠിനാധ്വാനവും ഉറച്ച മനസ്സുമാണ്. ഈ 2 ഗുണങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ 2026 അവസാനിക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്നാണ് സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ജനനവർഷത്തിന്റെ അവസാന അക്കം 8 ലഭിക്കാനിടയുള്ള അപ്രതീക്ഷിത ഭാഗ്യ സൂചനകളും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും നോക്കാം. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പ്രകാരം 8 എന്ന സംഖ്യ സാമ്പത്തിക ശക്തിയുടെയും നേതൃത്വത്തിന്റെയും ദീർഘകാല വിജയത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ മാറി പുതിയ സാധ്യതകൾ തുറന്നു വരാൻ ഇടയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആദ്യം തൊഴിൽ മേഖലയെ കുറിച്ച് നോക്കാം. ജോലി ചെയ്യുന്നവർക്ക് ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന അംഗീകാരമോ സ്ഥാനക്കയറ്റമോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്.
നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ നേടും. ചിലർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുള്ള പദവി ലഭിച്ചേക്കാം. ആദ്യം വെല്ലുവിളിയായി തോന്നിയാലും പിന്നീടത് നിങ്ങളുടെ കരിയറിലെ വലിയ മുന്നേറ്റമായി മാറാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു നല്ല അവസരം ലഭിക്കാം. വിദേശ ജോലി, സ്വകാര്യ സ്ഥാപനത്തിലെ ഉയർന്ന ശമ്പളമുള്ള ജോലി, അല്ലെങ്കിൽ മുൻപ് നഷ്ടപ്പെട്ടതായി കരുതിയ ഒരു അവസരം വീണ്ടും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തോടെ തയ്യാറെടുപ്പ് തുടരുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം വളർച്ചയുടെ ഘട്ടമായിരിക്കാം. പുതിയ ഉപഭോക്താക്കൾ, പുതിയ കരാറുകൾ, പുതിയ വരുമാന മാർഗങ്ങൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തുക. ക്ഷമയോടെ എടുത്ത തീരുമാനങ്ങൾ ദീർഘകാല നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായ പുരോഗതി അനുഭവിക്കാൻ ചിലർക്ക് സാധിച്ചേക്കാം. പഴയ കടങ്ങൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും അവസരം ലഭിക്കാം. അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന വരുമാനം വിവേകത്തോടെ വിനിയോഗിച്ചാൽ ഭാവിയിൽ വലിയ സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കാൻ കഴിയും. കുടുംബജീവിതത്തിൽ സന്തോഷം നൽകുന്ന ചില വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ഒരു നേട്ടം, പുതിയൊരു തുടക്കം, അല്ലെങ്കിൽ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു ആഗ്രഹം, അത് സഫലമാകുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കും. വീട്ടിൽ ഐക്യവും പരസ്പര വിശ്വാസവും കൂടുതൽ ശക്തമാകും. വിവാഹം കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വന്നേക്കാം. വിവാഹിതരായവർ പരസ്പരം കൂടുതൽ സമയം കണ്ടെത്തുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്താൽ ബന്ധം കൂടുതൽ ദൃഢമാകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ജോലി തിരക്കിനിടയിൽ വിശ്രമത്തിന് പ്രാധാന്യം നൽകുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പ്രാർത്ഥന, ധ്യാനം അല്ലെങ്കിൽ പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കുന്നത് ഗുണകരമായിരിക്കും. ഒരു പ്രധാന കാര്യം കൂടെ പറയാം. ജനനവർഷത്തിന്റെ അവസാന അക്കം 8 പലപ്പോഴും ലക്ഷ്യത്തിലെത്താൻ സ്വന്തം ആരോഗ്യവും വിശ്രമവും പോലും മറക്കുന്നവരായിരിക്കും. എന്നാൽ വിജയത്തോടൊപ്പം ആരോഗ്യം നിലനിർത്തുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ജനനവർഷത്തിന്റെ അവസാന അക്കം 8 2026 അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കാനിടയുള്ള പ്രധാന അനുകൂല സൂചനകൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ജോലി മേഖലയിൽ അംഗീകാരവും ഉയർച്ചയും ലഭിക്കാനുള്ള സാധ്യത, ബിസിനസ്സിൽ വരുമാനവും വളർച്ചയും വർദ്ധിക്കാം, സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരതയും സമ്പാദ്യവും വർദ്ധിക്കും, കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ശക്തമാകും, പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. കഠിനാധ്വാനവും വിവേകവും ഒരുമിച്ചാൽ വർഷാവസാനത്തിന് മുൻപ് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 8 ആണെങ്കിൽ ലഭിക്കുന്ന ഓരോ അവസരവും ആത്മവിശ്വാസത്തോടെയും വിവേകത്തോടെയും പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ അധ്വാനത്തിന്റെയും ക്ഷമയുടെയും ഫലം ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ കഴിയുമെന്നാണ് സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ജനനവർഷത്തിന്റെ അവസാന അക്കം 9 ഫലത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ജനനവർഷം 1989, 1999, 2009, 2019 എന്നിങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 9 ആണ്. അങ്ങനെയുള്ളവർ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പ്രകാരം 9 എന്ന സംഖ്യ പൂർത്തീകരണത്തിന്റെയും വിജയത്തിന്റെയും ദാനശീലത്തിന്റെയും ആത്മീയ ശക്തിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 2026 അവസാനിക്കുന്നതിന് മുൻപുള്ള മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ നാളായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങൾ പൂർത്തിയാകാനും പുതിയൊരു തുടക്കത്തിന് വഴിയൊരുങ്ങാനും സാധ്യതയുള്ള സമയമാണെന്നാണ് വിശ്വാസം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ നേരിട്ട ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാം. എന്നാൽ ആ അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളെ കൂടുതൽ ശക്തരാക്കിയിരിക്കുന്നത്. ഇനി ആ അനുഭവങ്ങളുടെ ഫലം ലഭിക്കാനുള്ള സമയമാണ് വരുന്നതെന്ന് സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ സൂചിപ്പിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരം ലഭിക്കാം. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൂടുതൽ അംഗീകരിക്കപ്പെടാനും മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടാനും സാധ്യതയുണ്ട്. ചിലർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ അനുകൂലമായ സാഹചര്യം ഉണ്ടാകാം. ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ നാളായി കാത്തിരുന്ന ഒരു നല്ല വാർത്ത ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു അഭിമുഖം, ഒരു ശുപാർശ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഫോൺ കോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് തുടക്കമാകും. അതിനാൽ ആത്മവിശ്വാസം കൈവിടാതെ തയ്യാറെടുപ്പ് തുടരുക. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളും പുതിയ അവസരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. മുൻപ് മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാൻ അവസരം ലഭിച്ചേക്കാം. കൃത്യമായ പദ്ധതിയോടെ മുന്നോട്ടു പോയാൽ മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാനത്തിൽ മെച്ചം അനുഭവിക്കാൻ സാധ്യതയുണ്ട്.
ചിലർക്ക് പഴയ കുടിശ്ശികകൾ ലഭിക്കാം. ചിലർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ച് സമ്പാദ്യത്തിന് പ്രാധാന്യം നൽകുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷം നൽകുന്ന ചില വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ അവസാനിക്കാം. വീട്ടിൽ കൂടുതൽ സമാധാനവും ഐക്യവും അനുഭവിക്കാൻ സാധിച്ചേക്കാം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശരീരത്തിനൊപ്പം മനസ്സിനും വിശ്രമം നൽകുക. അമിതമായ ജോലിഭാരം ഒഴിവാക്കി ക്രമമായ ജീവിതശൈലി പിന്തുടരാൻ ശ്രമിക്കുക. ആരോഗ്യമാണ് നിങ്ങളുടെ എല്ലാ വിജയങ്ങളുടെയും അടിത്തറ. ജനനവർഷത്തിന്റെ അവസാന അക്കം 9 ഉള്ളവർക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശക്തി അവരുടെ അനുഭവ സമ്പത്തും അതുപോലെ തന്നെ കരുണയും ആത്മവിശ്വാസവുമാണ്. ആ ഒരു കാര്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഈ ഗുണങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ 2026 അവസാനിക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പറയുന്നത്. ഇനി അവസാന അക്കം 9 ഉള്ളവർക്ക് ലഭിക്കാനിടയുള്ള അപ്രതീക്ഷിത ഭാഗ്യ സൂചനകളും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും പറയാം. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പ്രകാരം 9 എന്ന സംഖ്യ പൂർത്തീകരണത്തിന്റെയും വിജയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഏറെ നാളായിട്ട് മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ പൂർത്തിയാകാനും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ ഉദിക്കാനും സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാം. നിങ്ങൾ ഇതുവരെ കാഴ്ചവെച്ച ആത്മാർത്ഥതയും കഠിനാധ്വാനവും മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ലഭിക്കാനും സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു നല്ല വാർത്ത ലഭിക്കാം. മുൻപ് ശ്രമിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നോ പുതിയൊരു അവസരത്തിലൂടെയോ ജീവിതം മാറ്റിമറിക്കുന്ന ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ വളർച്ചയുടെ പുതിയ ഘട്ടം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ഉപഭോക്താക്കൾ, പുതിയ കരാറുകൾ, പുതിയ വരുമാന മാർഗങ്ങൾ എന്നിവ ലഭിക്കാം. എന്നാൽ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ ദീർഘകാല നേട്ടം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ചിലർക്ക് പ്രതീക്ഷിക്കാത്ത ധനലാഭം ലഭിക്കാം. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാനോ അധിക വരുമാനം ലഭിക്കാനോ സാധ്യതയുണ്ട്. അതോടൊപ്പം സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുകയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്താൽ ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കാൻ കഴിയും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിക്കുകയും പരസ്പര വിശ്വാസം കൂടുതൽ ശക്തമാവുകയും ചെയ്യാം. വീട്ടിൽ ഒരു ശുഭവാർത്ത കേൾക്കാൻ ചിലർക്ക് ഭാഗ്യം ലഭിച്ചേക്കാം. വിവാഹം കാത്തിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നേക്കാം. വിവാഹിതരായവർ പരസ്പരം കൂടുതൽ സമയം ചിലവഴിക്കുകയും തുറന്ന മനസ്സോടെ സംസാരിക്കുകയും ചെയ്താൽ കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശ്രദ്ധ നൽകണം. ക്രമമായ ഉറക്കം, പോഷക സമൃദ്ധമായ ഭക്ഷണം, ചെറിയ വ്യായാമം, പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനം എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ കൂടുതൽ ഊർജത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ കഴിയും. ഒരു പ്രധാന കാര്യം കൂടെ പറയാം. ജനനവർഷത്തിന്റെ അവസാന അക്കം 9 ഉള്ളവർ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കും. അത് വളരെ നല്ല ഗുണമാണ്. എന്നാൽ സ്വന്തം ലക്ഷ്യങ്ങൾക്കും ആരോഗ്യത്തിനും കുടുംബത്തിനും ആവശ്യമായ സമയം കണ്ടെത്താനും മറക്കരുത്. ജനനവർഷത്തിന്റെ അവസാന അക്കം 9 ഉള്ളവർക്ക് 2026 അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കാനിടയുള്ള പ്രധാന അനുകൂല സൂചനകൾ ചുരുക്കി പറയുകയാണെങ്കിൽ ജോലി മേഖലയിൽ അംഗീകാരവും ഉയർച്ചയും ലഭിക്കാനുള്ള സാധ്യത, ബിസിനസ്സിൽ പുതിയ അവസരങ്ങളും വളർച്ചയും, സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചവും സ്ഥിരതയും, കുടുംബത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തിയാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആത്മവിശ്വാസത്തോടെയും ക്ഷമയോടെയും മുന്നോട്ടു പോയാൽ വർഷാവസാനത്തിന് മുൻപ് സന്തോഷകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഇതോടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 0 മുതൽ 9 വരെയുള്ള എല്ലാവരുടെയും ഫലങ്ങൾ ഈ പ്രത്യേക പരമ്പരയിൽ പൂർത്തിയാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം കമന്റ് ചെയ്യാനും ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പങ്കുവയ്ക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി.